കഴിഞ്ഞ് ഗൈസ് എന്ത് കഥ ഉഷാറില്ല. അപ്പൊ ഇന്നക്കത്തെ ബ്ലോക്ക് കഴിഞ്ഞ് അത് മൂവായി തുടങ്ങിയിരിക്കണം കേട്ടോ. വേറെന്ത് കഥ, ബോഡിയൊക്കെ നല്ല പെയിൻ ഉണ്ട്. എന്താന്ന് ചോദിച്ചാല് കാരണം എന്താന്ന് അറിയില്ല, ചെക്ക് ചെയ്യേണ്ടി വരും. വേറെ ഇപ്പൊ എന്ത് കഥ, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഡെയിലി തന്നെ പരിപാടി. രാവിലെ വണ്ടി കണ്ടിട്ട് ഇറങ്ങാം, പിന്നെ ഒരു റൈഡാണ്, ഒരേ പോക്ക്. ഇവിടെ 60 എക്സിറ്റ് ഉണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലതാണ് അത് നമ്മൾ നേടിയെടുക്കണം. നേടാനും വേണ്ടി നമ്മൾ എത്ര ദിവസം എത്ര സമയം എടുക്കുമെന്ന് നമ്മൾ നോക്കരുത്. അത് നേടാൻ എന്നുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ അതാണ് ലക്ഷ്യബോധമുള്ളവരായിരിക്കണം എന്നാണ്. ലക്ഷ്യബോധമുള്ളവരായിരുന്നാൽ നമ്മളത് പണിയെടുക്കാൻ തയ്യാറായിക്കാനും. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. എക്സിറ്റ് ഉണ്ട് 60 കയറിയിട്ട് നേരെ ഇന്റർനാഷണൽ സിറ്റി കയറണം. അവിടുന്ന് പിന്നെ നേരെ DAPക്ക് ഒരു കയറിയാം. അതിൻ്റെ അടിയിൽ മിത്രിഫിലൊന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ, ലൊക്കേഷൻ ഇട്ട് നോക്കണം. എന്തായാലും ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലോട്ടായതുകൊണ്ട്, പിന്നെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളെ വർക്ക് ഇട്ടാ ജോബ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ നമ്മളെ ജീവിത റോട്ട് വില എടുക്കട്ടെ, എപ്പോഴാണ് എന്താ സംഭവിക്കുക പറയാൻ പറ്റൂല. എന്ത് സംഭവിക്കാം, ഇന്ന് ഞാനുണ്ടാവും, നാളെ ചിലപ്പോൾ നാളെ ഞാൻ ഉണ്ടാവണം എന്നില്ല. കാരണം ഞാൻ ഇപ്പം എൻ്റെ കാരണത്താലും അല്ലെങ്കിൽ അതാ മറ്റൊരാളുടെ കാരണത്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പിന്നെ അതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്, നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം. പരമാവധി നമ്മൾ ശ്രദ്ധിച്ചു പോവാം. നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു പ്രയാസം ഉണ്ടാകരുത്. പിന്നെ നമ്മളെ ബെസ്റ്റ് കീ എന്താ വെച്ചാൽ തവക്കുലാണ്. രാവിലെ വണ്ടിയാണ് ഇറങ്ങുമ്പോൾ തവക്കൽ അലർത്താന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പഠിച്ചവനക്കാണ് വിട്ടുകൊടുത്തുകൊണ്ട് ആണ് കയറി ഡ്രൈവർ സീറ്റിൽ. പിന്നെ അങ്ങനെ ഒരേ പോക്കേ കാരണം എത്രയാണ്, 100 100ൻ്റെ ട്രാക്ക് നമുക്ക് 120 പഠിക്കാം. രാവിലെ ഒരു ചായയും കുടിച്ച് ഒരു കേക്ക് നിന്ന് ഇവിടെ ഒരു താത്ത കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കേക്കല്ല, ബെന്നുണ്ടല്ലോ, ബെന്നിൻ്റെ ഉള്ളിൽ ക്രീമാക്കിയിട്ട് അത്യാവശ്യം നല്ല ഒരു റീച്ച് കിട്ടിയൊരു കേക്കാണ് താത്താൻ്റെ കേക്ക്. 2 ദിവസമായി ഞാനത് കഴിക്കല്. കലയിൽ പോയപ്പോൾ കാക്ക അതിനെ കുറിച്ച് കണ്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ദിസ് ഈസ് എ വെരി ഹ്യൂജ് ആൻഡ് വെരി തിക്നെസ് ക്രീം എന്നൊക്കെ പറഞ്ഞ് കണ്ട് എന്തൊക്കെയാ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ അന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. शराबी नहीं है, मैं तो पंजाबी नहीं है. ഒരു ഹിന്ദി റാപ്പ് ഇറക്കണം എന്നുണ്ട്.
സമയം കിട്ടി. വരികളൊക്കെ നമ്മളെടുത്തുണ്ട്, പക്ഷെ അതിന് പിച്ചൊക്കെ ഇട്ട് സെറ്റാക്കി. E611 റോഡാണ് ബ്രോ. അവിടെ പോലീസുകാരെ പിടിച്ചിരിക്കണേ. ഓവർ സ്പീഡ് ഒന്നും ആയിരുന്നില്ല. എന്ത് കഥയെന്ന് അറിയില്ല. അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട്. ബ്രോ, ഞാൻ ഈ പറയേണ്ട കാര്യം ശരിക്കും കേട്ടോ. കാണുന്നവര് കേൾക്കുള്ളൂ, അത് വേറെ കാര്യം. പിന്നെന്ത് കഥയെന്ന് ചോദിച്ചാല്, ജീവിതത്തിലുണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, നമുക്ക് കുറച്ച് കാര്യബോധം വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതാ നമ്മൾ ഏറ്റവും മോശം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്നാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മോശം എന്ന് വെച്ചാൽ ബ്രോ, എന്നെ കൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, അതിൽ കൂടിയൊക്കെ കടന്നു പോയി അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് എനിക്കൊരു തിരിച്ചുവരവുണ്ട് ബ്രോ. ആ തിരിച്ചുവരവ് ഒരു 1.5 വരവേക്കാലോ. അന്നോര് പറയണ്ടാണ് കണ്ട് കുട്ടിക്കോ, വെറുതെ ചുമ്മാ വായ്ത്താളം വിടല്ല, വായ്ത്താളല്ല. കാര്യമായി AKGയുടെ തേച്ച് വെളുത്തോ പറിക്കോ എന്ന് പറഞ്ഞ ക്രീമൊക്കെ തേച്ച് കണ്ട് കരിഞ്ഞു പോയ ആൾക്കാർ വരുന്നുണ്ട്. അറിയോ, 28 കിലോമീറ്റർ ഈ ഒരു ട്രാക്കിനെ കുറിച്ച് പോകണം. രസമുണ്ട് സംഭവം. ഇതിപ്പോൾ എത്ര ഗ്യാപ്പ് കുറവാണ്, കുറച്ചും പാടി ഒരു ഡിസ്റ്റൻസുള്ള ഒരു ഒക്കെ ആണെങ്കിൽ നമുക്കതാ ട്രാക്ക് ഇങ്ങനെ നൈസിൽ ഇങ്ങനെ ചേഞ്ച് ആക്കി ഇങ്ങനെ പോവാം. Ada. Oh, Watani. Hey, come on, yo. Oh, ഇന്നറൊക്കെ ഇട്ട് കണ്ട പോണ്ട് പാറി പോകാതിരുന്നാ മതി. പഠിച്ചോനെ കാക്കണേ. എല്ലാരും കുടുംബത്തിനും വേണ്ടി നയിക്കാൻ വേണ്ടി വന്നാട്ടാ. ഈ ട്രാക്കില് ഒരുവിധ ആൾക്കാരും ജോലിക്കാരാണ്. ലാസ്റ്റ് എത്തുമെന്ന് പറയാൻ പറ്റൂല. ഒക്കെ പഠിച്ചവൻ്റെ കൈമേലെ കാര്യങ്ങൾ വരുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു പോയാണ്ടല്ലോ അത്രയും നല്ലതെന്ന് ഞാൻ ചിന്തിക്കണുള്ളൂ. മരണത്തെ നമ്മൾ ഭയക്കരുത്. എന്തായാലും നമ്മളതാ ഒരു ദിവസം നമ്മൾ മരിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്നായാലതാ അത്രയും നല്ലത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളെങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മരിച്ചാൻ എല്ലാവർക്കും പേടിയാണ്. നിങ്ങൾ പേടിച്ചുകൊണ്ട് ജീവിക്കും ചെയ്യും. എന്തിനാ അതിൻ്റെ ആവശ്യം?
എന്തായാലും നമുക്കൊരു ദിവസം മരണം ഉണ്ടെന്ന് ആ ഒരു ചിന്തയോടെ നമ്മൾ ജീവിച്ചാലതാ പേടി ഉണ്ടാവില്ല, പേടിയും ബേജാറും ഉണ്ടാവില്ല. കുറെ പേടിച്ച് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല ബ്രോ. നമ്മളെ ഓരോ ദിവസം നമ്മൾ മികച്ചതാക്കാൻ ശ്രമിക്കുക. പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതന്ന് ആ ഒരു ദിവസം. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറെ അനുഭവങ്ങൾ, വേറെ ജീവിത രീതി, വേറൊരു അനുഭവം, പുതിയ ആൾക്കാർ, പുതിയ ഭക്ഷണം, എല്ലാം അങ്ങനെയാണ്. ആ സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി. ജീവിതത്തിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്താലുണ്ടല്ലോ പിന്നെ ജീവിതം സിമ്പിൾ മാറ്ററേ കാരം. രാവിലെ തന്നെ ഇരിക്കുമ്പോൾ ഒരുവിധ ആൾക്കാർ ഇന്നത് ചെയ്യണം, നാളെ അത് ചെയ്യണം, മറ്റന്നാൾ അത് ചെയ്യണം. ഇന്നാണ് മരിച്ചു പോയാൽ എന്തെങ്കിലും അവസ്ഥ മുമ്പിലെ മരണം നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായാൽ നാളത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് വേവലാദ്യം വേണ്ട, ഒരു ആവലാദ്യം വേണ്ട. ഇന്നലകളെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടും വേണ്ട. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് നമ്മൾ എന്ത് കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും, അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. എന്നിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ ഈ ഒരു ട്രാക്ക്, ഈ ഒരു 1 2 4 8 ട്രാക്ക് ഉണ്ട്. ഞാൻ പോകേണ്ട ഈ ട്രാക്കിലൂടെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ട്രാക്ക് പിടിച്ച് ഇങ്ങനെ പോവാം. മറ്റുള്ളവരത്തേക്ക് നോക്കണ്ട, ഇപ്പുറത്തെ ട്രാക്കിക്ക് നോക്കണ്ട, ഇപ്പുറത്തെ ട്രാക്കിക്ക് നോക്കണ്ട, ഇതിലൂടെ തന്നെ പോവാം. ഇതിലേക്ക് നോക്കി പോയാണ്ടല്ലോ നമ്മൾ ഈ ട്രാക്കിൽ മുന്നിൽ വണ്ടിയുണ്ടെങ്കിൽ അതിന് തട്ടിക്കാണ്ട് നേരെ മേപ്പെട്ട് ഒറ്റ പോകി. പിന്നെ എനിക്ക് അപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അപ്പുറത്തെ ട്രാക്കിൽ കയറ്റാം. അല്ലെങ്കിൽ എനിക്ക് അധികം കയറാൻ പറ്റില്ല, അധികം കയറാൻ പറ്റില്ല. ഈ ലൈനിൻ്റെ നടുവ് കൂടെ ആണ് പോകേണ്ടി വരും. അപ്പോഴാണ് ഈ ഉമ്മല് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത്ര കണ്ടൊരു സെറ്റ് മൂടല്ല. എന്നാലും ഇപ്പോൾ രാഹുകാലം കഴിഞ്ഞാൽ 10:15 രാഹുകാലം കഴിഞ്ഞാൽ അതിനാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഞാൻ സെൽഫിനോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇന്നർ സെൽഫിനോടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നെ തന്നെ ഒന്ന് ക്ലിയർ ആക്കാണ്. ഞാൻ ഡെയിലി ഇത് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും പ്രയാസം, ഞാനും മനുഷ്യനാണ്, മനുഷ്യൻ്റെ ഒരു മനസ്സ് തന്നെയാണ്. എനിക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അത് ക്ലിയർ ആക്കണം. എനിക്ക് ഈ ഒരു ദിവസം മൊത്തം സാധനം പിടിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഞാനൊരു അരമണിക്കൂർ ഞാൻ എൻ്റെ ഇന്നർ സെൽഫിനായിട്ട്